2014-ലും 2019-ലും BJP രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ്, ഏക മണ്ഡലമാണ് കേരളത്തിൽ തിരുവനന്തപുരം മണ്ഡലം. അവിടെയാണ് കേന്ദ്രമന്ത്രിയായ അങ്ങ് ഇപ്പോൾ മത്സരത്തിനിറങ്ങിയിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് നിന്നും ഒന്നാം സ്ഥാനത്തേക്ക് ഇക്കുറി അങ്ങേക്ക് ഈ മണ്ഡലത്തെ എത്തിക്കാൻ കഴിയുമോ? അല്ല, എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് ഒരു ആത്മവിശ്വാസമുണ്ട്. ഇവിടെ ഞാൻ 4-ാം തീയതി മാർച്ച് മുതൽ ഇന്ന് വരെ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാറ്റം വേണം എന്ന് അവർ പറയുന്നു. 10-15 കൊല്ലമായിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല, ഒരു കാര്യവും നടക്കുന്നില്ല. ഇവിടെ ഒരു വികസനമോ അതിൻ്റെ ഒരു തൊഴിലോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സൈനും ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു മാറ്റം വേണമെന്ന് ഞാൻ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. ഈ ഇലക്ഷൻ, വരുന്ന ഇലക്ഷൻ, നാളത്തെ ഇലക്ഷനിൽ നമ്മൾക്കൊരു മാറ്റത്തിൻ്റെ ഒരു ഇലക്ഷൻ ആവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ, നോക്കൂ, ഇപ്പോൾ LDFിൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിലും UDFിൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിലും പറയുന്നത് ഞങ്ങളും BJPയും തമ്മിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ നടക്കുന്നത് എന്നാണ്. അപ്പോൾ BJPയെ അവിടെ നിർത്തി, പ്രധാന പ്രതിയോഗി BJP അവിടെ നിർത്തി സെക്യുലർ വോട്ട് സമാഹരിക്കാനായിരിക്കാം ഒരുപക്ഷെ ശശി തരൂരും അതുപോലെ പന്ന്യൻ രവീന്ദ്രനും ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ? അതായത് താങ്കളുടെ കാഴ്ചപ്പാടിൽ താങ്കൾ മത്സരം നടത്തുന്നത്, അതായത് ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന ആരുമായിട്ടാണ്? ഇത് എനിക്കൊരു കുറച്ചൊരു ഇവർ ഈ രണ്ടാളും ചെയ്യുന്നത് എനിക്ക് കുറച്ചൊരു സില്ലിനെസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിപ്പോൾ ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. അതിപ്പോൾ പന്ന്യൻ സാറാണോ ശശി തരൂരാണോ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്? 2-വേ ഫൈറ്റ് ആണോ 3-വേ ഫൈറ്റ് ആണോ? ഞാൻ കാണുന്നത് ഒരു ത്രികോണ മത്സരമായിട്ടാണ് ഞാൻ 4-ാം തീയതി മുതൽ ഇന്ന് കാണുന്നത്. ഈ രണ്ട് പാർട്ടിയും അവരുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഈ മുസ്ലിം വോട്ട്, സെക്യുലർ വോട്ടല്ല, ഒരു മുസ്ലിം വോട്ടിന് വേണ്ടി അവർ ഒരു പ്രിൻസിപ്പൽ ഒപ്പോണൻറ്റ് ടു NDA ആണെന്ന് UDFും പറയുന്നു, LDFും പറയുന്നു. ഇത് ഒരു ഓപ്പൺ, ഭയങ്കര ഒരു എംബാരസിംഗ്ലി ട്രാൻസ്പെറൻറ്റ് ബ്രേസൺ സ്ട്രാറ്റജി അല്ലേ? നമ്മുടെ മുസ്ലിം വോട്ടിനെ അപ്പീൽ ചെയ്യാനും ആ വോട്ട് ബാങ്കിനെ ഒരു അട്രാക്ട് ചെയ്യാനൊരു സ്ട്രാറ്റജിയാണ്. കേരളം പോലുള്ള സ്ഥലത്ത് കാണുന്നത് ഇതൊരു ത്രികോണ മത്സരമായിട്ടാണ് കാണുന്നത്. ശരി, ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ഇത്തരം പ്രചാരണം കേരളം പോലുള്ള സ്ഥലത്ത് എത്രത്തോളം ഗുണം ചെയ്യും BJPക്ക്? കാരണം മോദി കേരളത്തിന് പുറത്ത് മുസ്ലിം ലീഗിനെതിരെ സംസാരിക്കുന്നു, മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംസാരിക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അടക്കം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ താങ്കൾക്ക് കേരളം പോലുള്ള സ്ഥലത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എങ്ങനെ വോട്ട് പിടിക്കാനാകും? അല്ല, അത് നമുക്ക് കാണാമല്ലോ, നാളെ അത് ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. ഞാൻ ആദ്യം മുതൽ ഇന്ന് വരെ വികസനം, പുരോഗതി, ഡെവലപ്മെൻറ്റ്, തൊഴിൽ, സ്കില്ലിംഗ്, അതിനെപ്പറ്റിയാണ് ഞാൻ മുമ്പോട്ട് വെക്കുന്നത്. എൻ്റെ പോയിന്റും എൻ്റെ പെർസ്പെക്റ്റും ഞാൻ ചെയ്യാൻ പോകുന്ന പണിയും. ഞങ്ങളിപ്പോൾ ഇറക്കിയ ഒരു ഡോക്യുമെൻ്റ്, 5 കൊല്ലത്തിൽ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു ഇറക്കിയ ഡോക്യുമെൻ്റ് എല്ലാം ഇതല്ലേ. ഇത് ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനാണ് ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ ഒരു പർപ്പസ്. പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് ഞങ്ങളുടെ പർപ്പസ്. ഇതെല്ലാം വിട്ട് LDFും UDFും ജനങ്ങളുടെ ജീവിതത്തിൽ എത്രയോ കൊല്ലമായ ഇവിടെ പ്രശ്നങ്ങളും അതിൻ്റെ വിഷമങ്ങളും അതിൻ്റെ പരിഹാരമൊന്നും അതിനെപ്പറ്റിയൊന്നും പറയാണ്ട് ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ പറയാ. അതൊരു പൊളിറ്റിക്കൽ വോട്ടിംഗ് ആണ് എപ്പോഴും കേരളത്തിൽ നടക്കുക. ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ക്ലിയർലി നോ, പൊളിറ്റിക്കൽ വോട്ടിംഗ് എന്ന് പറയുന്നത് അവിടെ കമ്മ്യൂണൽ ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും. ഇപ്പൊ നോക്കൂ, താങ്കൾ ഇപ്പോൾ അടുത്ത 5 വർഷം ചെയ്യാൻ പോകുന്നത് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമീപിക്കുന്നു. നല്ലൊരു കാര്യമാണ്. പക്ഷെ പ്രശ്നം എന്താണ്? എപ്പോഴും പൊളിറ്റിക്കൽ വോട്ടിംഗ് ആണ് നടക്കുക ഒരു ഇലക്ഷനിൽ. വികസനം എന്നൊക്കെ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കുമ്പോൾ തന്നെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനോടുള്ള റിയാക്ഷൻ കൂടിയാണ് വോട്ടിംഗ്. അല്ല, നോക്കൂ, ഞാനിപ്പോൾ താങ്കൾ ഭയങ്കര ഒരു എക്സ്പേർട്ട് ആയിരിക്കും, പൊളിറ്റിക്കൽ അനലിസ്റ്റ് ആയിരിക്കും. ഞാൻ അങ്ങനെയൊന്നും കാണുന്നില്ല. എനിക്ക് ഉള്ള എക്സ്പീരിയൻസ് 18 കൊല്ലമായിട്ട് ഞാൻ രാഷ്ട്രീയം ചെയ്യുന്നുണ്ട്. എനിക്കറിയാം ജനങ്ങൾക്ക് വേണ്ടത് അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വേണം. എല്ലാം ഒരു പൊളിറ്റിക്കൽ പ്രിസം കൂടെ നോക്കി എല്ലാം ഒരു വോട്ട് ബാങ്ക് പോളിറ്റിക്സ് ആണെന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല. അത് ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആവാം. നിങ്ങളൊരു എക്സ്പേർട്ട് ആവാം, ഞാൻ കുറച്ചൊരു ആമച്ചറായിട്ട് നിങ്ങൾ എന്നെ കാണാം. ഞാൻ കുറച്ചൊരു ഐഡിയലിസ്റ്റ് ആളാണ്. ഞാൻ ഇവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാണ് ഞാൻ മത്സരിക്കുന്നത്. എനിക്ക് വിശ്വാസമുണ്ട്
ജനങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഒരു വ്യത്യാസം എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങൾ BJP NDA ചെയ്യുന്ന പണി, നരേന്ദ്രമോദി ചെയ്യുന്ന പണി ഇന്ത്യനെ എത്രയോ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ജനങ്ങളുടെ ജീവിതത്തിൽ എത്രയോ വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ശ്രീ രാജീവ് ചന്ദ്രശേഖർ, അവസാനമായ ഒരു കാര്യം കൂടി. ശ്രീ രാജീവ് ചന്ദ്രശേഖർ, താങ്കൾ ഒരു കാര്യങ്ങൾ ചെയ്യാൻ, അതായത് ആക്ഷനിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇതുവരെയുള്ള താങ്കളുടെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ വിശകലനം എന്നതിനേക്കാൾ അപ്പുറം താങ്കൾ ഒരു ഡുവർ ആണ്, കാര്യങ്ങൾ ചെയ്യുന്നയാളാണ്. അപ്പോൾ ഇനി കാര്യം നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ പ്രചാരണത്തിനിടയിലാണെങ്കിൽ പോലും ആളുകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ തീരദേശത്തെയൊക്കെ പ്രശ്നങ്ങൾ അവിടെ വെച്ച് ആ സ്പോട്ടിൽ വെച്ച് തന്നെ അതിനൊരു പരിഹാരത്തിന് ശ്രമിക്കുന്നതായി ജനങ്ങൾ കാണുകയാണ്. അപ്പോൾ താങ്കളുടെ USP എന്ന് പറയുന്നത് അത് തന്നെ ആയിരിക്കില്ലേ ഈ തെരഞ്ഞെടുപ്പിൽ ജനം വിലയിരുത്താൻ പോകുന്നത്? അതെ, എനിക്ക് അതാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. ജനങ്ങൾ എത്ര 10-15 കൊല്ലമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാവുന്നു, വലിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാവുന്നു. ആരും ഇതുവരെ ഒരു MP ആണോ സംസ്ഥാന സർക്കാരാണോ അതിൻ്റെ ആരും പരിഹാരം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഞാൻ വന്നിട്ട് ഇതിൻ്റെ എല്ലാം പരിഹാരം ഉണ്ടാക്കും. ഞാൻ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഫുള്ളി ടാപ്പ് ചെയ്തിട്ട് ഇവിടെ തൊഴിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. അതിന് എൻ്റെ കഴിവുണ്ട്, താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ അത് ഒരു കൺവെൻഷണൽ പൊളിറ്റിക്സിൻ്റെ ഒരു വിപരീതമായ ഒരു അപ്രോച്ച് ആയിരിക്കാം, അതായിരിക്കാം. ബട്ട് ഞാൻ എൻ്റെ ഒരു വലിയ ഡീപ്പ് കോൺഫിഡൻസ് ഉണ്ട്. ജനങ്ങൾക്ക് വേണ്ടത് അവരുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ പോകുന്ന ഒരു MP, അവരുടെ ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ് പാർട്ടി നേതാവ്. അതാണ് ശരിക്ക് പ്രൈമറി വേണ്ടത്. അതിൽ ലോ ആൻഡ് ഓർഡർ ഉണ്ട്, സേഫ്റ്റി ഉണ്ട്, ഇക്കണോമിക് ഡെവലപ്മെൻറ്റും ഉണ്ട്, തൊഴിലുണ്ട്, സ്കില്ലിംഗും ഉണ്ട്, എഡ്യൂക്കേഷനുണ്ട്, എല്ലാം ഇതെല്ലാം റെലവെൻ്റ് ആണ്. ഒരു നെറേറ്റീവോ ഒരു സെക്യുലറിസമിൻ്റെ ഒരു ഫേക്ക് നെറേറ്റീവ് എടുത്ത് എത്രയോ 65 കൊല്ലം മുമ്പോട്ട് കൊണ്ടുപോയി LDFും UDF ജനങ്ങൾക്ക് എന്താ ചെയ്തത്? 10-15 കൊല്ലമായിട്ട് തീരദേശത്ത് അവർ ഡെപ്രിവേഷനോ അവരുടെ സഫറിങ്ങിനെ പറ്റി ഒന്നും ചെയ്തിട്ടില്ല. അത് ചെയ്യണ്ടേ? അതാണ് ഞാൻ എൻ്റെ കാൻഡിഡേറ്റിന്റെ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തതിന്, ഒപ്പം തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ NDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വിജയാശംസകൾ.